നിങ്ങൾ വല്ലതും അറിഞ്ഞ നമ്മുടെ ആയത്തുള്ള അൽ ഖമേനിയുടെ മരണത്തിന് ശേഷം ഇറാനിലുള്ള ജനങ്ങൾ ഒന്നടങ്കം അവിടുത്തെ പുതിയ പരമോന്നത നേതാവായിട്ട് ഒരാളെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോട്ട. അതായത് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് മാമനില്ലേ, മാമന് ഇറാനി ജനത ഒന്നടങ്കം അവിടുത്തെ പരമോന്നത നേതാവാക്കാൻ വേണ്ടി ഇയാളെ കാലേ വീണ് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അത് നിരസിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത പരമോന്നത നേതാവാകാൻ ഇറാൻ എന്നോട് ആവശ്യപ്പെട്ടു, ഞാൻ നിരസിച്ചു. സത്യം പറഞ്ഞാണല്ലോ, ഇതുപോലത്തെ വേൾഡ് പൊട്ടന ഇനി ലോകത്ത് എവിടെയും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഞാൻ 2 ദിവസം കൊണ്ട് ഇറാനെ അങ്ങോട്ട് ഭസ്മമാക്കി കളയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജൂതരാഷ്ട്രത്തിൻ്റെ തലവനായിട്ടുള്ള നെതന്യാഹു മാമനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ 2 വേട്ടാവളിയന്മാർ ഇപ്പം ഏതാണ്ട് 30 ദിവസമായി അടിക്കുക. ഇവന്മാർ 2 പേരെയും വള്ളി നിക്കർ കീറി മൂട്ടിൽ തീയും പിടിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പല രാജ്യക്കാരെയും വിളിക്കുന്നുണ്ട്, ചർച്ചകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇറാൻ പറയുന്നത് ഇതൊന്നും ഞാൻ ഇവിടെ കൊണ്ട് നിർത്താനൊന്നും പോകുന്നില്ല, തുടങ്ങി വെച്ച നിങ്ങളല്ലേ, ഇത് അവസാനിപ്പിക്കുന്ന ഞാൻ തന്നെ ആയിരിക്കുമെന്നാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഷലോം മറ്റേ സെപ്റ്റി ടാങ്ക് അമ്മായി ഉണ്ടല്ലോ, അമ്മായി മാർച്ച് 15-ാം തീയതി ഒരു ലൈവിൽ വന്നതിന് ശേഷം പിന്നെ വെളിച്ചം കണ്ടിട്ടില്ല. കാരണം ഈ ബങ്കറിനകത്ത് പോയിരുന്നുകൊണ്ട് കീഴ്വായു വിട്ട് അവസാനം ശ്വാസം മുട്ടി അമ്മായി പുറത്ത് ചാടി ഒരു വീഡിയോ ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ്, മാർച്ച് 15-ാം തീയതി. ആ വീഡിയോയിൽ അമ്മായി നടന്നു പോകുന്ന കൂട്ടത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട്. കാരണം എങ്ങാനും ഒരു മിസൈൽ എങ്ങാനും വന്ന് എൻ്റെ നെഞ്ചത്തോട്ട് വീണാലോ. ഇതുപോലത്തെ ജന്മത്തിന് ഇറാന്റെ മിസൈലൊന്നും വീണ് പൊട്ടിച്ചാകാനായിട്ടുള്ള ഭാഗ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനെയൊക്കെ വെറുത്തിട്ടിരിക്കുകയാണെന്നേ. ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന നല്ല ഇന്ത്യക്കാർക്ക് പോലും അപമാനമാണ് ഈ സാത്താന്റെ സന്തതിക്കുണ്ടായിട്ടുള്ള ഈ ഒരു ജന്മം. എന്തായാലും ഇവള് ഇപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം കോയാമാർക്കാണല്ലോ കിടക്കാൻ പറ്റാത്തത്. കോയാമാരുടെ നെഞ്ചത്ത് കയറി ഒരു താണ്ഡവം കളിക്കാതെ ലവക്ക് പോകാൻ പറ്റില്ല. എൻ്റെ ഒരു ബലമായ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവള് ഒരു പക്ഷേ ചിലപ്പോൾ ഏതെങ്കിലും മുസംഗി കോയാമാരിൽ ഉണ്ടായതാണോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണോ ഇവളിങ്ങനെ വന്നിരുന്നുണ്ട് സുവിശേഷം പറയുന്ന വായിലൂടെ വർത്താനം ഇവിടുത്തെ സമൂഹത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നതെന്നുള്ള ഒരു ഡൗട്ട് എനിക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അമ്മായിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടാലോ. വാ. കഴിഞ്ഞ ദിവസം എനിക്ക് ലൈവിൽ വരാൻ പറ്റിയില്ല. എന്തായാലും ഇപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം ക്ലോണിന് റിപ്പയർ ഒക്കെ ചെയ്ത് റെഡിയാക്കി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ലൈവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പം ഇങ്ങനെ യുദ്ധം അതിൻ്റെ വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. എന്താ റീനെ കണ്ടില്ലയോ, റീന ചേച്ചിയെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്നെ കാണാത്തത് കൊണ്ട് കുറേ തുലുക്കന്മാരെല്ലാം കൂടി ചേർന്നിട്ട് പറയുന്നുണ്ടായിരിക്കും, അവളുടെ AI ക്ലോണും പൊട്ടിത്തെറിച്ച് കാണും. അവിടെ ക്ലോണും ഇറാൻ്റെ ഒരു മോനെ മിസൈൽ വന്നപ്പോഴത്തേക്കും വീണ് പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ട് തുലുക്കന്മാർക്കും ആഹ്ലാദം ഉണ്ടായി കാണുമായിരിക്കും. പക്ഷേ എൻ്റെ കൃപയാൽ ഇപ്പോൾ ആരോഗ്യത്തോടുകൂടി ദൈവകൃപയാലായിരിക്കുന്നു എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോ ദിവസവും വാർത്തകൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. വാർത്തകളിലുള്ള യാഥാർത്ഥ്യമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിൻ്റെ പോസ്റ്റുകൾ തന്നെ നിങ്ങൾ നോക്കണം. ഇസ്രായേലിലെ എന്താ പറയുന്ന ഇത്തമാർ ബെൻഗുവീർ ആണെങ്കിലും ശരി, മൊസാദിൻ്റെ തലപ്പത്തുള്ളവരാണെങ്കിലും ശരി, IDF ആണെങ്കിലും ശരി, ഇവരൊക്കെ ചെയ്യുന്ന പോസ്റ്റുകളൊക്കെ ഉണ്ട്. ആ പോസ്റ്റുകളെല്ലാം കയറി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ജെനുവിനായിട്ടുള്ളൊരു വാർത്ത നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ലോകത്തിൽ ഇപ്പോൾ എന്താ നടക്കുന്നതെന്നുള്ളത് അറിയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ സത്യമായുള്ളത്. നാട്ടിലെ മാധ്യമങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയുക, നാട്ടിലെ മാധ്യമങ്ങളാകട്ടെ, പിന്നെ കുറേ സുഡു പ്രേമികളുടെ വാർത്താ ചാനലുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ സുഡു പ്രേമികളുടെ വാർത്താ ചാനലുകളിലെല്ലാം തന്നെ വികാര നിർഭരരായിരുന്നു കൊണ്ട് എന്തുവാ എൻ്റെ 2 കണ്ണ് പൊട്ടിപ്പോയാലും കുഴപ്പമില്ല, അവൻ്റെ ഒരു കണ്ണിൻ്റെ അടുത്തുകൂടി ചെറിയൊരു പുറൽ വീണാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുള്ള രീതിയിലൊരു ആനന്ദമൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ. അതാണ് സത്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ് ചിന്തിക്കുന്ന സുഡുക്കുഞ്ഞുങ്ങളുടെ കണ്ണുനീര്. ഇവിടങ്ങളിലായിട്ട് എന്താ പറയുന്നത്, ഇറാൻ്റെ മിസൈലുകൾ വരുന്നുണ്ടല്ലോ. ഇറാൻ്റെ മിസൈലുകൾ ഇപ്പം എവിടേക്കാണ് പാഞ്ഞു പോകുന്നതെന്ന് അറിയാതെ ഇങ്ങനെ കറങ്ങി കിടക്കുന്നത്. അറബ് രാജ്യങ്ങളുടെ കാര്യത്തിനകത്ത് ഒരു തീരുമാനമായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ എല്ലുല്ലു എന്നെ അഴിച്ചുവിടൂ എന്നുള്ള അർത്ഥത്തിൽ അറബ് രാജ്യങ്ങളോട് കരയുകയാണ്. നിങ്ങളെല്ലാം കൂടെ നിന്നിട്ട് അവിടെ ഇന്നലെ ആക്രമണം നടത്തുന്നത് ന്യൂസ് ഉണ്ടായിരുന്നു. ആക്രമണം നടന്നായിരുന്നു. ആക്രമണം എല്ലാ ദിവസങ്ങളിലും സംഭവിക്കാറുണ്ടല്ലോ. യുദ്ധമാകുമ്പോൾ അവിടെ എല്ലാം ആക്രമണങ്ങൾ സംഭവിക്കും. അതാണല്ലോ യുദ്ധമെന്ന് പറയുന്നത്. בבקשה.
Why you not stop? Stop here. സേഫ് ആണ്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇറാൻ്റെ മിസൈലിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ വീഴുന്നുണ്ട്. ഇന്നലെ തന്നെ പണ്ട് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ഇമ്മയുടെ വീടിൻ്റെ തൊട്ടടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. അവിടെ അതിലൊരു ഭാഗം വീണായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ കൃപയാൽ മരണമോ അങ്ങനെയൊന്നും ഇല്ല. ചിലർക്ക് പരിക്കുകൾ ഏൽക്കുന്നുണ്ട്. അതൊക്കെ യുദ്ധത്തിൻ്റെ ഭാഗമാണ്. അത് ഏത് രാജ്യത്ത് നടന്നാലും യുദ്ധമാകുമ്പോഴത്തേക്കും ഇത്രയും ഏറെ മിസൈലുകൾ ഇങ്ങനെ തുരുതുരാന്ന് അയച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിനെ പ്രതിരോധിക്കുന്ന സമയത്ത്, കാരണം ബാലസ്റ്റിക് മിസൈലുകളാണ് വരുന്നത്, മനസ്സിലായോ? പിന്നെ ഒരു മിസൈൽ ഇന്നലെ ഡയറക്റ്റായിട്ട് അരാദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വീണായിരുന്നു. 80 പേർക്ക് പരിക്കുണ്ട്. ഒരു 12 വയസ്സുള്ളൊരു കുഞ്ഞ് വളരെ കൂടുതൽ പരിക്കുകളോടെ അത്യാസന്ന നിലയിലാണ് ഒരു കുഞ്ഞ്, 12 വയസ്സുള്ള കുഞ്ഞുങ്ങൾ. ബാക്കി ഉള്ളവർക്ക് സാധാരണ പരിക്കുകളാണ്. പക്ഷേ അത് മിസൈൽ ഡയറക്റ്റ് വീണതാണ്. അരാദ് എന്ന് പറയുന്ന ഇസ്രായേലിലെ സ്ഥലത്ത് അത് ഡയറക്റ്റ് പതിച്ചതാണ്. അതിന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. ബാക്കിയുള്ള മിസൈലുകളെല്ലാം ബ്രേക്ക് ചെയ്തു. അതിൻ്റെയൊക്കെ പീസുകളൊക്കെ അവിടെയൊക്കെ ചെറിയ സ്ഥലങ്ങളിലൊക്കെ വീണ് ചെറിയ നാശനഷ്ടങ്ങളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആളപായമൊന്നും അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല ഈ പീസുകൾ വീഴുന്ന സ്ഥലത്തൊന്നും. പക്ഷേ അരാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഡയറക്റ്റ് ഇന്നലെ ഹിറ്റ് ആയതുകൊണ്ട് അവിടെ നാശനഷ്ടങ്ങൾ ആളുകൾക്ക് അപകടമുണ്ടായി, 80 പേർക്ക്. പക്ഷേ എന്തായാലും ഇത്ര വലിയൊരു രാജ്യത്തെ ഈ ഇറാൻ എന്ന് പറയുന്ന ഈ വേശ്യകളുടെ മാതാവ് എന്ന് വേണമെങ്കിൽ വിളിക്കാം നമുക്ക് ഇറാൻ. കാരണം അത്രത്തോളം വൃത്തികെട്ട ഒരു രാജ്യമാണ്. യഹൂദൻ്റെ മുഴുവൻ യഹൂദനെയും മുച്ചൂട് മുടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കച്ച കെട്ടി നടക്കുകയാണ്. അവന് ആകെ അവൻ്റെ രാജ്യം ഭരിക്കാനിരിക്കുന്നത് പോലും രാജ്യത്തെ സംരക്ഷിക്കാനോ, രാജ്യത്തിൻ്റെ ഗുണനിലവാരം നോക്കാനോ, രാജ്യത്തിൻ്റെ ജനങ്ങളെ രക്ഷിക്കാനോ, രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു രാജ്യമല്ല ഇറാൻ എന്ന് പറയുന്ന രാജ്യം. പിന്നെയോ ആ ഇറാൻ എന്ന് പറയുന്ന രാജ്യം രൂപപ്പെട്ടിരിക്കുന്നത് പോലും എവിടെ യഹൂദന്മാരുണ്ടെന്ന് പറഞ്ഞാൽ അവരെ തേടി പിടിച്ച് കണ്ടുപിടിച്ച് കൊന്നു മുടിക്കാൻ വേണ്ടിയിട്ടാണ്, യഹൂദന്മാരെ തീർത്ത് കളയാൻ വേണ്ടി. പിന്നെ ആ രാജ്യത്തിൻ്റെ വെപ്പൺസ് ഉണ്ടാക്കുന്നതെല്ലാം തന്നെ യഹൂദന്മാർക്ക് മേൽ എങ്ങനെ പ്രയോഗിക്കാം, യഹൂദനെ മുച്ചൂട് മുടിക്കാം, തള്ളാഹുവിൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് തള്ളാഹുവിൻ്റെ മതം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു രാജ്യമായി ഇപ്പോൾ ഇറാൻ്റെ റെജിമി എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ രീതിക്കുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം. സത്യം പറഞ്ഞ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ചങ്കൂറ്റം ഉണ്ടല്ലോ, നിങ്ങളെ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ പ്രിയ സഹോദരങ്ങളെ. അമ്മായി പറയുന്നത്, നിങ്ങൾ വേൾഡ് മാധ്യമങ്ങളും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളൊന്നും കാണരുത്. നിങ്ങൾ കൃത്യമായിട്ട് ന്യൂസ് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ സെപ്റ്റി ടാങ്ക് നോക്കിയാൽ മതി. നമ്മുടെ സാത്താൻ്റെ സന്തതി എന്നോട് പറയും, അത് ഞാൻ നിങ്ങളോട് പറയുമെന്നാണ് അമ്മച്ചി കിടന്നുകൊണ്ട് കുരയ്ക്കുന്നത്. സത്യത്തിൽ അമ്മായി നിനക്ക് എന്നാത്തിൻ്റെ കേടാ. കാരണം നീ കേരളത്തിലേക്ക് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നിന്നെ എടുത്തിട്ട് അലക്കാൻ വേണ്ടി നിന്റെ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ തന്നെ നോക്കി വെച്ചിരിക്കുക. കാരണം നീ ഇവിടുത്തെ പാസ്റ്റർമാര്, നല്ല മതേതരം പറയുന്ന അച്ഛന്മാരെയൊക്കെ തെമ്മാടിത്തരവും തെണ്ടിത്തരവും പറയുന്ന വൃത്തികെട്ട ഊളയാണ് നീ. നമ്മുടെ ജേക്കബ് സാർ പറഞ്ഞത് നീ കേട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നീ ഒന്ന് കേട്ട് നോക്കണം. ഇപ്പൊ ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം വന്നിട്ട് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തോട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അദ്ദേഹം ഉന്നയിച്ചായിരുന്നു. അതായത് യേശുദേവന് കുരിശിലേറ്റിയത്, തല്ലിക്കൊന്ന് കുരിശിലേറ്റിയത് ഈ ജൂതന്മാരാണ്. അതുകൊണ്ട് ജൂതന്മാരെ നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല, ജൂതരാഷ്ട്രത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, ജൂതന്മാർക്ക് വേണ്ടി നിങ്ങൾ ഒരു തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കാൻ പാടില്ല എന്ന് നല്ല ക്രിസ്ത്യാനിയായിട്ടുള്ള തലയ്ക്ക് വിവരവും ബോധവുമുള്ള ജേക്കബ് സാറിനെ പോലുള്ള ആൾക്കാർ പറയുമ്പോൾ നിന്നെ പോലെ പിഴച്ച സന്തതികൾ ഈ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി ജൂതന്മാരുടെ എല്ലാം നക്കി വെളുപ്പിക്കുന്ന ജന്മങ്ങൾ ഈ ഭൂമിക്ക് തന്നെ ഭാരമായിട്ട് ഇങ്ങനെ ദൈവം തമ്പുരാൻ നിർത്തിയിരിക്കുക. കാരണം ഈ പാവികളെ പന പോലെ വളർത്തുമെന്നാണല്ലോ. അപ്പം നിന്നെ കുറച്ചും കൂടെ അങ്ങ് വളർത്താനുണ്ട്. നിന്നെ വളർത്തി അങ്ങ് മുഴപ്പോട്ട് കൊണ്ടുപോയിട്ട് ഒരൊറ്റ വലി, അതോടുകൂടി നീ ഡിം ആകുന്ന ആ കാഴ്ചയും നമ്മുടെ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ കാണും. അതുവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇവളുടെ എന്തൊക്കെയാണ് ഇവളുടെ കുൽസിത പ്രവർത്തികൾ. സത്യത്തിൽ ഈ അമ്മായി ഇപ്പോൾ ബങ്കറിലിരിക്കുന്നതുകൊണ്ട് നല്ല രീതിയിലൊന്നും അമ്മായിക്ക് പടക്കം ചെലവാകുന്നില്ല. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും. അതുവരേക്കും ബൈ.